നല്ലവനായ ഉണ്ണി നല്ലൊരു മലയാള സിനിമയിലെ കഥാപാത്രമാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ശരിക്കൊന്നുള്ളിലേക്ക് നോക്കിയേ. നമ്മുടെ ഉള്ളിലും ഒരു നല്ലവനായ ഉണ്ണിച്ചമയൽ ഉണ്ട്. പണ്ടത്തെ കാരണവന്മാർ പറയും, നല്ല പിള്ള ചമയരുത്, ചമഞ്ഞു കഴിഞ്ഞാൽ നിനക്കും ദോഷം മറ്റുള്ളവർക്കും ദോഷം. പക്ഷേ ഈ ആക്ടിങ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അറിഞ്ഞോ അറിയാതെയോ. മനഃശാസ്ത്രത്തിലേക്ക് വരിക. നമ്മൾക്കൊരു ട്രൂ പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ശരിയായ സ്വത്വം, വ്യക്തിത്വം. അതോടൊപ്പം തന്നെ നമുക്കൊരു ഫേക്ക് പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു കപട വ്യക്തിത്വം. ഇത് രണ്ടും നമ്മളിലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ അഭിനയിച്ചാലും നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും, അങ്ങനെ ഉണ്ട് രണ്ടും. ഇനി നമ്മളിങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരുപാട് ഭാവങ്ങൾ വന്നു ചേരുമ്പോഴാണ് നമ്മളെ ആളുകൾ ഫ്രോഡ് എന്ന് വിളിക്കുക. ഈ ക്രിസ്തു ഒരു ദുരാത്മാവ് പ്രവേശിച്ച ആളെ സുഖപ്പെടുന്ന രംഗമുണ്ട് ബൈബിളിൽ. അയാളോട് പേര് ചോദിക്കുമ്പോൾ അയാൾ പറയുക, എൻ്റെ പേര് ലെഗിയോൻ എന്നാണ്. എന്താണ് ഈ ലെഗിയോൻ? ലീജിയൻ റോമൻ ആർമിയിലെ ഒരു 6000 മുതൽ 10,000 വരെ പേരടങ്ങുന്ന സൈന്യവ്യൂഹത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത്, ഞാൻ 10,000 പേര് പരസ്പരം പോരടിക്കുന്ന ഒരു പോർക്കളം പോലെയായി മാറിയിട്ടുണ്ട്, പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞാൻ ഒരു ദുരാത്മാവായിട്ട് മാറുകയാണ്. ഇനി ഭാരതീയ പുരാണത്തിൽ, രാമായണത്തിൽ രാവണൻ എന്ന കഥാപാത്രത്തിന് 10 തലയാണ്. ഈ 10 തല രാവണനിൽ നിറഞ്ഞു നിൽക്കുന്ന 10,000 ഭാവങ്ങളുടെ പ്രാതിനിധ്യം പോലെയാണ്. അതായത് പരസ്പരം പോരടിക്കുന്ന താമസിക ഭാവങ്ങൾ അകത്തുണ്ട്. ഇനി വീണ്ടും നിങ്ങളിലേക്കൊന്ന് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. ഒരു ട്രൂ പേഴ്സണാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റിയും വന്നു ചേരാം. ഈ ഫേക്ക് പേഴ്സണാലിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നല്ല പിള്ള ചമയുന്നത്. നല്ലവനായ ഉണ്ണിയാകാൻ നമ്മളൊക്കെ ചില നേരത്ത് ആഗ്രഹിക്കാറുണ്ട്. ഇനി പേഴ്സൺ എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം പേഴ്സോണ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വരുന്നു. അതിൻ്റെ അർത്ഥം മുഖം മൂടി എന്നാണല്ലോ. അപ്പോൾ ഈ സോഷ്യൽ പേഴ്സോണ, റിലീജിയസ് പേഴ്സോണ, ഇങ്ങനെ പലതരത്തിലുള്ള പേഴ്സോണകൾ, മുഖം മൂടികൾ നമ്മൾ എടുത്തണിയാറുണ്ട്. മാറി 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 ആയിരക്കണക്കിന് മുഖം മൂടികളാണ് അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിടക്ക് ഈ മുഖം മൂടി അണിയേണ്ട സമയം വന്നല്ലോ, കോവിഡ്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അതൊരു സന്തോഷമായിരുന്നു. കാരണം ഈ മുഖം മൂടി അണിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഈ മുഖം മൂടി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും കടുത്ത ദുഃഖമാണ്. അയ്യോ, പണ്ടത്തെ പോലെ ഫ്രീ ആയിട്ട് ഇനി സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുഖം മൂടി നമുക്കൊക്കെ ഒരു മസ്റ്റായി ചില നേരങ്ങളിൽ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നല്ലവനായ ഉണ്ണിയായിട്ട് ഞാൻ അഭിനയിച്ച് തകർക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, കാര്യസിദ്ധി. അതായത് എനിക്ക് ധനം വേണം, മാനം വേണം, എനിക്ക് പദവികൾ വേണം. അപ്പം ധനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, പദവികൾക്ക് വേണ്ടി ഞാൻ നല്ലവനായി അഭിനയിക്കും. നിങ്ങളുടെ സുപ്പീരിയറെ നിങ്ങളൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം സോഫ്റ്റായിട്ട് സ്വീറ്റായിട്ട് നിങ്ങൾ പെരുമാറിയെന്ന് വരാം. നിങ്ങളതല്ല, പക്ഷേ കാര്യസിദ്ധിക്ക് വേണ്ടി നിങ്ങൾ അഭിനയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കാം. ആ വളഞ്ഞ വഴികളിൽ ഒരു വഴി നല്ല പിള്ള ചമഞ്ഞ് ആളുകൾ ഹൃദയത്തിലേക്ക് സ്ട്രെയിറ്റായിട്ട് കയറുക എന്നുള്ള രീതിയാണ്. ഇനി ഇങ്ങനെ പദവിക്ക് വേണ്ടിയും നമ്മൾ ശ്രമിക്കാം. അതായത് നിങ്ങൾക്ക് ടോപ്പായിട്ട് പോകണം. അപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നവരെ നിങ്ങൾ ഒരുപാട് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ മാനം, ധനം, അതുപോലെ തന്നെ പദവി, ഇത് മൂന്നും നേടുന്നതിന് വേണ്ടിയുള്ള വല്ലാത്ത പെരുത്ത ആഗ്രഹമുള്ള മനുഷ്യർ പെടാപ്പാട് പെട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അവർ എപ്പോഴും എവിടെയും ഷോയാണ്. ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് ഒരു പാട്ടിൻ്റെ വരികളിലെ ആദ്യത്തെ വരികളാണ്. ഷോ മസ്റ്റ് ഗോ ഓൺ. അവരിങ്ങനെ ഷോ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ഷോയിൽ നിന്നും ഷോയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു കഷ്ടം എന്ന് പറയുന്നത്, അവർക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ലോകം ആക്ടേഴ്സിൻ്റെ ലോകമാണല്ലോ.
ഈ ലോകം വലിയൊരു ബ്രഹ്മാണ്ഡമായ സ്റ്റേജാണല്ലോ. ആ സ്റ്റേജിൽ മാറി മാറി ഏത് വേഷം അഭിനയിക്കാൻ കഴിയുന്നവന് ബെസ്റ്റ് ആക്ടറുടെ അവാർഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങളുടെ ആക്ടിങ് എല്ലാം നിലക്കും, ആരവങ്ങൾ നിലക്കും. ഒരു സ്റ്റേജും നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഓപ്പൺ ആക്കപ്പെടില്ല. ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ മുഖാമുഖം കാണുമ്പോൾ, നിങ്ങൾ ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ അവിടെ ആക്ടിങ് നടക്കില്ല. നിങ്ങൾക്കവിടെ നല്ലവനായ ഉണ്ണിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ല പിള്ള ചമയാൻ സാധിക്കില്ല. സോ ഇൻ ദ ലോങ് റൺ യു ആർ നോട്ട് ഗോയിങ് ടു ആക്ട്, ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു ആക്ട് ഫോർ എവർ. യുവർ ആക്ടിങ് ഈസ് ലിമിറ്റഡ്. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ ജീവിതം കുറച്ചുകൂടി സുന്ദരമാകും. രണ്ടാമതായിട്ട് നല്ല പിള്ള ചമയാനുള്ള കാരണം കയ്യടി. നമുക്കെല്ലാവർക്കും സോഷ്യൽ അപ്രൂവൽ വേണം, വേണ്ടേ? സോഷ്യൽ റെക്കഗ്നിഷൻ വേണം, വേണ്ടേ? റെസ്പെക്റ്റ് വേണം, വേണ്ടേ? വേണം. അപ്പോൾ അത് കിട്ടാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് പലരും ഈ നല്ല പിള്ള ചമയിൽ സ്വീകരിക്കും. അപ്പോൾ എല്ലാവരുടെ കയ്യടിക്ക് വേണ്ടി വളരെ സോഫ്റ്റായിട്ട് പെരുമാറും, വളരെ സ്വീറ്റായിട്ട് പെരുമാറും, എല്ലാ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും, ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അകത്ത് കത്തി അങ്ങനെ ഇരിക്കുമ്പോഴും പുറത്ത് ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എത്ര നാൾ നമ്മളിങ്ങനെ അഭിനയിക്കും? അഭിനയിച്ച് അവസാനം ജീവിതം കൈവിട്ട് പോവുകയാണ്. എത്ര നാൾ നിങ്ങൾക്ക് സ്വീറ്റായിട്ടിരിക്കാൻ പറ്റും? എത്ര നാൾ നിങ്ങൾക്ക് സോഫ്റ്റായിട്ടിരിക്കാൻ പറ്റും? നിങ്ങൾ സ്വീറ്റും സോഫ്റ്റും ജെനുവൻലി റിയലി ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാകാം. പക്ഷെ നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിലോ, അഭിനയിച്ചിരിക്കുന്ന ആൾ മഞ്ഞുമല പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അകത്ത് അഗ്നിപർവ്വതമാണ്. മഞ്ഞുമല പിന്നെ ഇല്ലാതാവും. അഗ്നിപർവ്വതം പൊട്ടി ലാവ പുറത്തേക്ക് പ്രവഹിക്കും. ആളുകളൊക്കെ കരിഞ്ഞു പോവും. അങ്ങനെ കരിയിച്ച് കളയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ ചില മനുഷ്യർ ഐസിട്ട് വെച്ച മീൻ പോലെയാണ്. അവർ പച്ച മനുഷ്യരൊന്നുമല്ല, ചീഞ്ഞ മനുഷ്യരാണ്. പക്ഷെ ഐസിട്ട് അവരിപ്പോൾ പച്ചയാണെന്ന ഒരു ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓർത്തേക്കുക, പച്ചമീനും ചീഞ്ഞ മീനുമാണ്. ചീഞ്ഞ മീനിൻ്റെ എല്ലാ ദുർഗന്ധവും ഉണ്ട്. ദുർഗന്ധം ആളുകൾ മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഏത് ഐസ് കൊണ്ട് മൂടി വെക്കാൻ പറ്റും നിങ്ങളുടെ യഥാർത്ഥ ജീർണഭാവത്തെ? അപ്പം അതുകൊണ്ട് ഒരുപാട് അഭിനയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇങ്ങനെ നല്ലവനായി ഉണ്ണിച്ചമയുമ്പോഴുള്ള 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഭയങ്കര ആർട്ടിഫിഷ്യലായിരിക്കും. നാച്ചുറലായിട്ട് ഇയാളുടെ ഒന്നും ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് ചിരി, പ്ലാസ്റ്റിക് നോട്ടം, പ്ലാസ്റ്റിക് സംസാരം, മൊത്തം പ്ലാസ്റ്റിക്കുമായാണ്, ആർട്ടിഫിഷ്യലാണ്. അത് ആദ്യം ആർക്കും മനസ്സിലാവില്ല, പതുക്കെ എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഇയാളിങ്ങനെ വർണ്ണക്കുപ്പായത്തിനുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ജീർണതയാണ്. വർണ്ണക്കുപ്പായം ഒന്ന് ഊറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്തുമാത്രം അഴുക്കാണ്. എൻറിച്ച് ബോയിലിൻ്റെ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുക ഇങ്ങനെയാണ്: ഒരു കുപ്പിയിൽ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം പോലെയാണ് ചില മനുഷ്യർ. നിങ്ങൾ പുറമേ നോക്കുമ്പോൾ ശുദ്ധം, സ്വച്ഛം, എന്തൊരു സുന്ദരമായ വെള്ളം. പക്ഷെ നിങ്ങളൊന്ന് കൈയിട്ടിളക്കുക, താഴെ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്ക് പടലങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ചില മനുഷ്യർ അങ്ങനെയാണ്. ഒന്ന് ഇളകുമ്പോൾ, ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ ഇത്രയും നാളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അഴുക്ക്, ജീർണത, നെഗറ്റിവിറ്റീസ്, നിഷേധഭാവങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ എല്ലാ കാലത്തേക്കും ആളുകളെയും പറ്റിക്കാൻ പറ്റില്ല. ആർട്ടിഫിഷ്യലായിട്ട് കുറച്ചാൾക്ക് ഇരിക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ റിയൽ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. രണ്ടാമതായിട്ട് ഇവരുടെ പ്രശ്നം, ദേ ആർ അണ്ടർ പ്രഷർ ഓൾ ദ ടൈം. എപ്പോഴും പ്രഷർ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെപ്പോഴും ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇപ്പോഴൊരു പ്രഷർ വരും. റിയലായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, റിയലായി സംസാരിക്കാൻ പറ്റുന്നില്ല, റിയലായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല. എന്തൊരു ശ്വാസം മുട്ടലാണത്. നിങ്ങൾ എത്ര ഉഗ്രൻ അഭിനേതാവാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെയാകും. നിങ്ങൾ പലയിടത്തേക്ക് ഒളിച്ചോടേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ആർട്ടിഫിഷ്യാലിറ്റി എടുത്തടിഞ്ഞ വ്യക്തികൾ എപ്പോഴും ഓർത്തേക്കുക, അവരെപ്പോഴും പ്രഷറൈസ്ഡാണ്. ഇങ്ങനെ നല്ലതായിട്ട് ചിരിക്കാൻ, നല്ലതായിട്ട് സംസാരിക്കാൻ, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യാൻ, നല്ലതായിട്ട് എല്ലാം കാണിക്കാൻ വേണ്ടി അവർക്കൊരു പ്രഷർ ഉണ്ടാവും. മൂന്നാമതായിട്ട് ദേ ആർ അണ്ടർ ത്രെട്ട്. ഒരു ത്രെട്ട് കൂടി അവർക്ക് എപ്പോഴും ഉണ്ടാവും. ത്രെട്ടെന്ന് പറയുന്നത് അവരുടെ റിയൽ സാധനങ്ങൾ അറിയാവുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഭയങ്കര ഭക്തനായിട്ട് അഭിനയിക്കുകയാണ്, പക്ഷേ നിങ്ങളൊരു പെരുങ്കള്ളനാണെന്ന് വിചാരിക്കുക. ആ പെരുങ്കള്ളത്തരം മനസ്സിലാക്കിയ കുറച്ച് ആളുകളുണ്ട്. അവർ നിങ്ങളെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു നാൾ പുറത്തേക്ക് വരും. മാത്രമല്ല, നിങ്ങളൊരു കള്ളനെ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം പേടിക്കുന്നത് നിങ്ങളുള്ളിൽ ചുമന്നു നടക്കുന്ന കള്ളനെ തന്നെയാണ്. എപ്പോഴാണ് ഈ കള്ളം പുറത്തേക്ക് വരിക? നിങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ പറഞ്ഞ നുണ നിങ്ങൾക്കൊരു ഭാരമാണ്.
കാരണം സത്യം പറഞ്ഞവന് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നുണ പറഞ്ഞവന് എന്തെല്ലാം ഓർത്തിരിക്കണം? പറഞ്ഞ നുണകൾ ഒന്നൊന്നായിട്ട് ഓർത്തിരിക്കണ്ടേ? അപ്പോൾ പറഞ്ഞ നുണകളെല്ലാം ഓർത്തിരിക്കുക എന്ന വലിയ ബാധ്യത അവനുണ്ട്. അവന് പേടിയാണ്. പറഞ്ഞ നുണ മറന്നുപോയാലോ? പറഞ്ഞ നുണ നീക്കിയിട്ട് സത്യം പുറത്തേക്ക് വന്നാലോ? പേടിയുണ്ട്. അപ്പോൾ കളവ് കാണിക്കുന്നവൻ എപ്പോഴും അണ്ടർ ത്രെട്ടാണ്. അവന് ഭീഷണിയാണ്. അകത്തുനിന്നും ഭീഷണി, പുറത്തുനിന്നും ഭീഷണി. ഇനി അവസാനമായിട്ട് നല്ല ഉണ്ണിയാകാൻ പെടാപ്പാട് പെട്ട് അവസാനം തളർന്നിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ഒരു പ്ലീസർ ആകാതിരിക്കുക. എന്തിനാ എല്ലാവരും പ്ലീസ് ചെയ്യുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഞാൻ ഒരു കാര്യം സത്യമായിട്ടും പറയാം, നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, സ്നേഹിക്കുന്നവരുണ്ടാവും, പക്ഷേ എന്നെ വെറുക്കുന്നവരുണ്ടാവും, എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് കരയണോ? ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റില്ല. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മൂലമല്ല. ചില ആളുകൾക്ക് നിങ്ങൾ ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടമല്ല, അത്ര കരുതിയാൽ മതി. അപ്പോൾ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളെല്ലാവരും പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങളെല്ലാവരും വെറുപ്പിക്കുന്ന ഒരാളായിട്ട് മാറും. ഇപ്പോഴല്ല, നാളെയല്ല, ചിലപ്പോൾ മറ്റന്നാളുമല്ല, പക്ഷേ ഒരു ദിവസം വരും. ദ പ്ലീസർ ബിക്കംസ് ദ വൺ ഹൂ ഡിസ്പ്ലീസസ് എവ്രി വൺ. എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ പ്ലീസർ ലൂസറാണ്. ആത്യന്തികമായിട്ട് പ്ലീസർ ലൂസറാണ്. അത് നിങ്ങളോട് തന്നെ പറയുക. എപ്പോഴെങ്കിലും വെറുതെ പ്ലീസ് ചെയ്ത് കാര്യം നേടാമെന്ന് കരുതുകയാണെങ്കിൽ ഓർത്തേക്കുക, അവസാനമായിട്ട് ലൂസറാകുന്നത് പ്ലീസർ തന്നെയാണ്. 2, റിയലാകാൻ പരമാവധി ശ്രമിക്കുക. എന്തിനാണെന്ന് കുറേ അഭിനയങ്ങൾ. സ്നേഹമില്ലാത്ത ആൾ സ്നേഹം അഭിനയിക്കുന്നത് എന്തിനാണ്? വെറുതെ വിനയമില്ലാത്ത ആൾ വിനയം എന്തിനാണ് മൂടിപ്പതക്കുന്നത്? അഹങ്കാരത്തെ മൂടി വെക്കാൻ വേണ്ടി വിനയത്തിൻ്റെ മേലങ്കി ധരിച്ച് ഇറങ്ങി നടക്കുകയാണ്. എത്ര നാൾ മേലങ്കി കൊണ്ട് നടക്കും? അവസാനം അകത്തിരിക്കുന്ന അഹങ്കാരം ചാട്ട കുടഞ്ഞെഴുന്നേക്കും. അപ്പം അധികം അഭിനയമില്ലാതിരിക്കുക. റിയലാണ് ക്ലിയർ. അതായത് ക്ലാരിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയലായിരിക്കണം. നമ്മൾക്ക് റിയാലിറ്റി ഉള്ളിലില്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ ആൾക്ക് നിങ്ങളോട് കൂടി ജീവിക്കാൻ പറ്റില്ല. ഇയാൾ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ചില സമയത്ത് ഭയങ്കര പ്ലീസിങ് ആണ്, ചില സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്, ചില സമയത്ത് ഭയങ്കര വെറുപ്പിക്കൽ സ്വഭാവമാണ്. ഇയാൾ ഒട്ടും റിയലല്ല, അപ്പോൾ ക്ലിയർ അല്ല എന്ന് ആളുകൾ പറയും. അപ്പോൾ റിയലാകാനായിട്ട് പരമാവധി ജീവിതത്തിൽ ശ്രമിക്കുക. 3-ാമതായിട്ട് പറ്റാവുന്നത്രയും ജെനുവിനാവുക. ജെനുവിൻ എന്ന് പറഞ്ഞാൽ ഫ്രോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ആരെയും പറ്റിക്കാതിരിക്കുക. പഴമൊഴി ഉണ്ടല്ലോ, യു ക്യാൻ ചീറ്റ് സം പീപ്പിൾ ഫോർ ഓൾ ദ ടൈം, യു ക്യാൻ ചീറ്റ് ഓൾ ദ പീപ്പിൾ ഫോർ സം ടൈം, യു കൻ നോട്ട് ചീറ്റ് ഓൾ ദ പീപ്പിൾ ഫോർ ഓൾ ദ ടൈം. നിങ്ങൾക്ക് കുറച്ച് ആളുകളെ എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവരെയും കുറച്ച് നാളത്തേക്ക് പറ്റിക്കാൻ പറ്റും. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, നമുക്ക് ആർക്കും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രോഡാകുന്നത് എന്തിനാണെന്ന് അവസാനം നിങ്ങൾക്ക് നിങ്ങൾ പോലും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഫ്രോഡായിട്ടുള്ള ആൾ അവസാനം തീർത്തും ഒറ്റപ്പെട്ട ഒരു ദ്വീപായിട്ട് മാറുന്നു. അയാളെ തന്നെ ആ ദ്വീപിലേക്ക് വെറുതെ കൊണ്ടിട്ടിട്ട് അയാളെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കണോ? അതുകൊണ്ട് നമുക്ക് നല്ലവനായ ഉണ്ണിക്കളി നിർത്താം, നല്ല പിള്ള ചമയൽ നിർത്താം, റിയലാകാം, ജെനുവിനാകാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.